നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിവാഹം കഴിഞ്ഞിട്ട് വധൂവരന്മാരുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കും പോവാം. ജോത്സരെ, ഇപ്പൊ ഞങ്ങളും കൂടെ പോയാൽ എന്താ കുഴപ്പം? അത് വേണ്ട. ഗൗതമിന്റെ ചില തടസ്സങ്ങൾ നീങ്ങാനാണ് ഈ പരിഹാരക്രിയ. അത് അയാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന നല്ലത്. അതും കൂടി നടത്തിയ എല്ലാം മംഗളമായിട്ട് കലാശിക്കും. ശരി ജോത്സരെ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ആ ശരി, 7-ാം തീയതി കാണാം. ശരി, ഗുഡ് നൈറ്റ്. ശരി ജോത്സരെ. ശ്രീരാമനും സീതാദേവിയും തന്നെ പാലും പത്രവും വിറ്റ് നടന്ന നിധിക്ക് ഇങ്ങനെ ചില യോഗങ്ങളുണ്ടെന്ന് ഞാനും തിരിച്ചറിഞ്ഞില്ലല്ലോ. എടി കഴുതേ, കവീഷ് എന്നല്ല പറഞ്ഞത്, കൃപേഷ് എന്നാ. അച്ഛന്റെ ഫ്രണ്ട്സിന് ഓരോ കൺഫ്യൂഷൻ പേരിട്ടിട്ട് എന്റെ തലക്കെട്ട് കൊട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇനി മുതലേ എല്ലാവരും മക്കൾക്ക് പേരിടുമ്പോ യാമിനോട് ഉപദേശം തേടേണ്ടതാണ്. ഞാൻ പേരിട്ട് തരാം. പ്രണവേട്ടൻ റാണി എന്ന പേരുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ പ്രണവേട്ടന്റെയും ഏട്ടത്തിന്റെയും പേര് കൂട്ടിച്ചേർത്ത് പ്രാണി എന്ന് വിളിക്കും. മിണ്ടരുത്. നിന്റെ അമ്മ പറയുന്നതേ അവളാ ഈ വീട്ടിലെ പ്രാണി എന്നാ. ആ ഗൗതം, ഏട്ടനും ഏട്ടത്തെയും ദൈവത്തെ പോലെ കാണുന്ന ആ ജോത്സരുടെ പ്രതിവിധി ക്രിയകള് കുറെയൊക്കെ ഫലിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഗൗതം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തനിച്ചു പോയി പരദേവതയ്ക്ക് താലി സമർപ്പിക്കണമെന്നാ. പരദേവതാ പ്രീതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണല്ലോ. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോണോ? കുറെ ഡ്രൈവ് ചെയ്യണം. യാത്ര ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ദേവി സ്തുതി ചൊല്ലിക്കൊണ്ട് അങ്ങ് പോയാ മതി, ഒട്ടും ബോറടിക്കില്ല. അവിടെ പോയി തൊഴുത് വഴിപാട് കഴിക്കുന്നത് നല്ലതാ മോനെ. ഈശ്വരമംഗലമടക്കം കേരളത്തിലെ 100-300 കുടുംബങ്ങളുടെ പരദേവതയാ ദേവി. മഹാശക്തി സ്വരൂപിണിയാ. പണ്ട് പരദേവതയെ മറന്നതുകൊണ്ടാ നിന്റെ അച്ഛനൊരു തകർച്ച ഉണ്ടായത്. ആ തകർച്ച നിനക്കുണ്ടാവരുത്. താലി സമർപ്പിക്കാൻ ജോത്സ്യർ പറഞ്ഞെങ്കിൽ അത് ചെയ്യണം മോനെ. ശരി അച്ഛാ, നാളെ തന്നെ ഞാൻ പോവാം. ക്ഷണക്കത്തെടുത്തു തരൂ രേണു. പരദേവതാ ക്ഷേത്രത്തിൽ ക്ഷണക്കത്ത് സമർപ്പിച്ച ഉടനെ വിളിക്കണം. അത് കഴിഞ്ഞ് വേണം ഇവിടെ ക്ഷണം തുടങ്ങാൻ. അച്ഛാ, ഇതൊക്കെ അന്ധവിശ്വാസ. നമ്മുടെ പരദേവതയ്ക്ക് ആദ്യത്തെ കത്ത് കൊടുത്ത ദേവി എന്താ കല്യാണത്തിന് വന്ന് സദ്യ ഉണ്ട് അനുഗ്രഹിച്ചിട്ട് പോവോ? ദൈവദോഷം പറയരുത്. കല്യാണത്തിന് ദേവിയെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ ചൈതന്യം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ക്ഷണക്കത്ത്? അതൊക്കെ ഒരു വിശ്വാസമാണ്. ആ ദേവി കേരളത്തിലെ 300ഓളം കുടുംബങ്ങളുടെ പരദേവതയാണ്. വിശ്വാസമുള്ള എല്ലാ കുടുംബത്തിലെ ആളുകളും ഇതുപോലെ ക്ഷണക്കത്ത് ദേവിയുടെ നടയിൽ വെച്ച് പൂജിച്ചതിന് ശേഷമാണ് ക്ഷണം തുടങ്ങുന്നത്. വിവാഹബന്ധം ശിഥിലമാകാതെ ദേവി കാത്തോളും എന്നാണ് വിശ്വാസം. അതെ, കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, നിങ്ങൾ പുറപ്പെടാൻ നോക്ക്. ആ, രഘു കാറുമായി വന്നെന്ന് തോന്നുന്നു. ഈശ്വര കാത്തോണേ. പോയിട്ട് വരാം. അല്ല, അശോകേട്ടൻ ഒറ്റയ്ക്കാണോ കാട്ടിൽ അമ്പലത്തിലേക്ക് പോകുന്നത്? ശിവാനിന്റെ എടുക്കാൻ വരുന്നില്ലേ? ഇല്ല, 3 പേരും കൂടെ പോയി ദേവിയെ തൊഴുതു വരുന്നതായിരിക്കും നല്ലത്.
ഞങ്ങൾക്കിവിടെ വേറെ 100 കൂട്ടം പണികളുണ്ട്. ചെക്കൻ കൂട്ടരുടെ കൂടെ പോയി ആഭരണങ്ങളും ഡ്രസ്സും എടുക്കേണ്ടത് ഇന്നാ. അത് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ? നടക്കില്ല നിധി. ജോൾസൻ പകിട ഉരുട്ടി പറഞ്ഞത് ഇന്നാണ് നല്ല ദിവസം എന്നാ. ജോത്സ്യന്മാർ ഉരുട്ടുന്നത് പകിടയല്ല മോളെ, കാവടിയാ. പകിടിയും കാവടിയൊന്നല്ല, അതിന്റെ പേര് കവടിന്നാ. ഉരുട്ടുന്ന എന്തായാലും അങ്ങേര് ഉരുട്ടുന്ന അനുസരിച്ച് ഈശ്വരമംഗലം ഉരുളു. ആ വിവരക്കേടിനൊക്കെ നമ്മൾ ഉരുണ്ടു കൊടുക്കണ്ടേ? മതി, നിർത്ത് നിന്റെ കുറ്റപ്പറച്ചില്. ഈ വിവാഹം നടക്കാൻ പോലും കാരണക്കാരൻ ആ ജോത്സ്യനാ, അത് മറക്കണ്ട. ഞാൻ പോയിട്ട് വരാം. രഘു കയറ്. സഹകരണ ബാങ്കിലെ മാനേജരാണല്ലോ. ഹലോ സാർ. അശോക, കാശിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ സാർ, അങ്ങനെ പറയരുത്. മകളുടെ വിവാഹം അടുത്ത് വരികയാണ്. താൻ ടെൻഷൻ അടിക്കണ്ട. നാളെ മുതൽ ഇൻസ്പെക്ഷൻ തുടങ്ങുന്നതുകൊണ്ട് 4 ദിവസം കഴിഞ്ഞേ പണം പിൻവലിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ഇന്ന് തന്നെ എല്ലാ പേപ്പറും ശരിയാക്കി 2 മണിക്ക് മുമ്പ് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യണം. ഇന്നോ? സാർ, ഞാൻ കുടുംബത്തിന്റെ പരദേവതാ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ആ യാത്ര മാറ്റിവെക്കി. എന്നിട്ട് 10 മണിക്ക് തന്നെ ബാങ്കിലോട്ട് വാ. ശരി, നേരിട്ട് കാണാം. ലോൺ ഇന്ന് തന്നെ സാങ്ഷനാക്കി എടുക്കണമെന്നാണ് മാനേജർ പറയുന്നത്. അമ്പലത്തിൽ പോകുന്നതല്ല കാശാ പ്രധാനം. നിങ്ങൾ ബാങ്കിലെ കാര്യങ്ങൾ ശരിയാക്കാൻ നോക്ക്. ദേവി എന്നും അമ്പലത്തിൽ തന്നെ കാണും. വേണം, രണ്ടും നടക്കണം. പൂജ നടത്താൻ മറ്റാരെങ്കിലും എൻ്റെ കൂടെ അയച്ചാൽ മതി. ഞാനും ഒപ്പം ഉണ്ടല്ലോ. നീ ഒന്ന് പോയിട്ട് വരാമോ നിധി? പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പരദേവതയൊന്ന് തൊഴാൻ പറ്റുന്നത് സന്തോഷമുള്ള കാര്യ. പക്ഷേ അമ്മായിക്ക് ഇഷ്ടപ്പെടുമെന്നാ എന്റെ സംശയം. മോളെ, നീ പോയി റെഡിയായിട്ട് വാ. രഘു കാത്തു നിൽക്കും. വാ മോളെ. സൂക്ഷിച്ചു പോയിട്ട് വരണം. കാറ് കണ്ടീഷനല്ലേ? അതെ അശോകേട്ടാ. അതെ, എന്റെ പേരിൽ അവള് കൃത്യമായിട്ട് വഴിപാടൊക്കെ കഴിക്കൂ. അതൊക്കെ കഴിപ്പിച്ചോളും, നീ ടെൻഷൻ അടിക്കണ്ട മോളെ. എനിക്കൊരു ടെൻഷനും ഇല്ലമ്മേ. ഒരു താലിച്ചരടി കെട്ടിയിടാനുള്ളതല്ല എന്റെ സ്വപ്നങ്ങളെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്തൊക്കെ വഴിപാട് കഴിച്ചാലും ഈ വിവാഹം നടക്കില്ല.